ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവ കഥ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് കൂടുതലും കേൾക്കുന്നത് പ്രേത അനുഭവ കഥകളാണ്. ഞാൻ ഈ ജ്യോതിഷപരമോ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് ഇതിനകത്ത് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് പ്രേത അനുഭവങ്ങൾ. എല്ലാവർക്കും അത് കേൾക്കാൻ ഇഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രേതത്തിനെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അതുപോലെ നമ്മുടെ നിത്യജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള വാസ്തു, ജ്യോതിഷം ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇന്ന് ഞാൻ പറയുന്നത് ഒരു പ്രേത അനുഭവമാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. പ്രേതങ്ങൾ ഞാൻ എല്ലാ എപ്പിസോഡിലും ആമുഖമായി പറയും പോലെ പ്രേതങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പുകൾ തന്നെയാണ്. നമ്മളോടൊപ്പം അതുണ്ട്. കാരണം പ്രേതങ്ങൾക്ക് വാശിയും വൈരാഗ്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും നമുക്ക് പറയാൻ സാധിക്കും. അതിനെക്കുറിച്ച് ഉള്ള 2 അനുഭവങ്ങൾ ഞാൻ 2 എപ്പിസോഡായിട്ട് അവതരിപ്പിക്കുക. ഇന്ന് ഞാൻ പറയുന്നത് പ്രേതങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടാകുമോ, മരിച്ചു കഴിഞ്ഞാലും അവരുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരെന്താണോ, എന്ത് കാരണത്താലാണോ അവർ മരണപ്പെട്ടു പോയത്, ആ കാരണം നടത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മാക്കൾ കുടികൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് പലരുടെയും സംശയങ്ങൾ. അപ്പം നമുക്കൊരു പ്രേതത്തിനെ കുറിച്ച് വ്യക്തമായി അത് ഇന്നത് ചെയ്യൂ, ഇന്നത് ചെയ്യില്ല, അതിങ്ങനെ കാണിക്കും, ഇങ്ങനെ കാണിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ വിചാരിക്കാത്ത തലത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ പലതും. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ വീട്ടുകാരെല്ലാം കൂടി എന്നെ കാണാൻ വരികയാണ്. വന്ന വിഷയം എന്ന് വെച്ചാൽ അവർ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി, 2 കുട്ടികളുണ്ട്, സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അപ്പോൾ ഈ സ്നേഹിച്ച് കല്യാണം കഴിച്ചു, സന്തോഷമായി അവർ ജീവിക്കുകയാണ്. അവർക്ക് ഒരു കുഴപ്പമില്ല, വർഷങ്ങളായിട്ട് സന്തോഷമായി ജീവിക്കുന്നു. ഇണപിരിയാത്ത ഇണക്കുരുവികളെ പോലെയാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ജീവിതം കൊണ്ട് പലരും അസൂയപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല രീതിയിൽ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. ഒരു പരസ്പരം കുറ്റപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാത്ത വിധത്തിൽ അവരത്രയും നല്ല ദമ്പതിമാരായിട്ട് ജീവിക്കുകയാണ്. ഈ 2ാമത്തെ കുട്ടിയുടെ പ്രസവത്തിന് ശേഷം, 2ാമത്തെ കുട്ടി ജനിച്ചതിന് ശേഷം ഇവർക്ക് 2 പേർക്കും വല്ലാത്ത അകൽച്ച, പരസ്പരം അകൽച്ചയ്ക്ക് കാരണം ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് പിടിക്കില്ല. എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുക എന്ന് മാത്രമൊന്നുമല്ല, വഴക്കടിക്കും. അവസാനം കയ്യേറ്റം വരെ പരസ്പരം ഭാര്യ ഭർത്താവ് അങ്ങോട്ട് പരസ്പരം അടി കൂടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തി. അത് ബന്ധുക്കൾ പറയുന്നത് ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പറയുന്നതെന്ന് പോലും അത്ര അമ്പുഴുക്കെന്ന് പറയും. പള്ളീൻ്റെ പകരം പറഞ്ഞൊരു വാക്കാണ്, അത്ര അമ്പുഴുക്കാണ് പരസ്പരം ഇവർ പറയുന്നത്. പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളാണ്. പ്രശ്നം എന്ന് വെച്ചാൽ അവർ പറയുന്നു, അവസാനം വിവാഹമോചനത്തിലേക്ക് വരെ എത്തേണ്ടുന്ന ഘട്ടമെത്തി. 2 പേർക്കും ഇനി ഒന്നിച്ച് ജീവിക്കാൻ താല്പര്യമില്ല, പിരിയണമെന്ന് പറയുന്നു. പിന്നെ വീട്ടുകാരെല്ലാവരും കൂടെ ഇടപെട്ടിട്ടാണ് ഇതിൻ്റെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പം ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് 2 പേർക്കും അറിയില്ല എന്താണ് വിഷയം എന്നുള്ളത്. അവർക്ക് 2 പേർക്കും അറിയില്ല. പക്ഷേ ചില സമയങ്ങളിൽ അവരവരല്ലാതായി മാറിപ്പോകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇനി പറയാനൊന്നുമില്ല. കുറേ കഴിയുമ്പോൾ അവർക്ക് ബോധം വരും. ബോധം വന്നു കഴിയുമ്പോൾ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്ന കരയും. അയ്യോ, ഞാൻ ചേട്ടനെ ഇങ്ങനെ പറഞ്ഞല്ലോ, അയ്യോ നിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, എനിക്ക് പറ്റിപ്പോയി. ഇങ്ങനെ ഒരു രീതിയിൽ അവർ പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്ന കരയും. എന്നിട്ട് വീണ്ടും നന്നായിട്ട് പോകും. ഏത് സമയത്തിനാണ് ഇവരുടെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം വീട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഒരാളുടെ സ്വഭാവം മാറുമ്പോൾ മറ്റൊരാളുടെ സ്വഭാവ വ്യത്യാസം വരാതെ ഇരുന്നാൽ പ്രശ്നമില്ല. ഇത് സംഭവിക്കുന്നത് ഒരു സമയം തന്നെ 2 പേരിലേക്കും കലി ബാധിക്കുകയാണ്. ബാധിച്ചെന്ന് വെച്ചാൽ അവസാനം വീട്ടുകാർ പറഞ്ഞത് അവിടെ കിടന്ന ഈ ഫർണിച്ചറോ, ചെറിയ പ്ലാസ്റ്റിക് കസേരകളോ കലങ്ങളോ ചട്ടിയോ ഒക്കെ എടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന അവസ്ഥ എത്തി. എന്നിട്ട് അവസാനം കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് ശാന്തമായി കഴിയുമ്പം അവർ അതിനെ പരസ്പരം തടവി കൊടുക്കും. അപ്പം ഇത് വീട്ടുകാർക്ക് കണ്ടിട്ടൊട്ടും സഹിക്കാൻ പറ്റില്ല. അങ്ങനെ ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊരു സംശയം തോന്നിട്ട് ഇവരടുത്തുള്ളൊരു ജോത്സ്യൻ്റെ അടുത്ത്, പോറ്റിയുടെ അടുത്ത് പോയി 2 പേരെയും ഗ്രഹനിലയൊക്കെ വെച്ച് നോക്കി. ഒരു പോറ്റിയാണ് ക്ഷേത്രത്തിലെ, ജ്യോതിഷം പഠിച്ചൊരു പോറ്റി. നോക്കിക്കഴിഞ്ഞിട്ട് അങ്ങേര് പറഞ്ഞു, ഇതൊരു പ്രേതമാണ്, 2 പേരിലേക്കും ഒരേ സമയം കയറുന്നു. ഇവർ തമ്മിൽ അടിച്ച് പിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
പക്ഷെ ഇതിന് എല്ലാ സമയവും ഇവരുടെ ശരീരത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവർ പിരിഞ്ഞു പോയിട്ടില്ല. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ഇതിനു മുന്നേ പിരിഞ്ഞു പോകേണ്ടതാണ്. പിരിഞ്ഞു പോവുകയല്ല, ഈ പുരുഷൻ അവർ ആത്മഹത്യ ചെയ്യും. ഈ സ്ത്രീയുമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യ ചെയ്യും. അതിൻ്റെ കാരണം ഈ പോറ്റി വളരെ കൃത്യമായിട്ട് മിടുക്കനായിരുന്നു നോക്കി പറഞ്ഞു കൊടുത്തത്. ഈ പുരുഷനെ ഈ സ്ത്രീ വെറുത്തിട്ട് തള്ളിക്കളയുമ്പോൾ മനസ്സ് മടിച്ചവൻ പോയി ആത്മഹത്യ ചെയ്യും. ഇതാണ് സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷെ എന്തോ ഈശ്വരാധീനം കൊണ്ട് നടക്കുന്നില്ല. അതായത് എല്ലാ സമയത്തിനും ഈ നിൽക്കുന്ന ഒരു നെഗറ്റീവ്, ഈ നെഗറ്റീവിനും ഇവരുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. അതാണ് സംഭവം. അതുകൊണ്ടാണ് ഇവർ പിരിയാതെ ജീവിച്ചു പോകുന്നത്. അതിന് ഇത് ഒഴിപ്പിക്കണം എന്നുള്ളതായി. പക്ഷെ ഇത് എവിടെ നിന്ന് വന്നെന്നോ ആരെന്നോ എന്തെന്നോ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പോറ്റി പറഞ്ഞപ്പോൾ അവർക്കത് വിശ്വാസമായി. കാര്യം ചങ്ങേര് അയാളോട് ഇവർ പറയാത്ത കുറേ കാര്യങ്ങൾ കൂടി ചോദിച്ചു. അങ്ങനെ സംഭവിക്കില്ല, ഇങ്ങനെ സംഭവിക്കില്ല എന്നൊക്കെ ചോദിച്ചതെല്ലാം കൃത്യമായിരുന്നു. അതുകൊണ്ട് അവരത് വിശ്വസിച്ചു. പിന്നെ ഇത് ഒഴിപ്പിക്കണമല്ലോ. അങ്ങനെയാണ് ഒഴിപ്പിക്കുന്ന ആളെ തേടിയാണ് ഇവർ എൻ്റെ അടുത്തും വരുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം ഈ ചാർത്ത് വന്നിരുന്നവർ പറഞ്ഞ സംഭവങ്ങളാണ് ഇത്രയും. ചാർത്ത് കാണിച്ചു. ഞാൻ ചാർത്ത് നോക്കുമ്പോഴത്തേക്ക് പോറ്റി കൃത്യമായി നോക്കി പറയുന്നുണ്ട്. ഗ്രഹനില, രണ്ടുപേരുടെയും ഗ്രഹനില അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഗ്രഹനിലയിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അത് ഗണിച്ച് കൃത്യമായി എഴുതിയിരിക്കുന്നു. പക്ഷെ ഇത് എവിടെ നിന്ന് വന്നു, എന്താണ്, ഏതാണ് ഉദ്ദേശം എന്തെന്നൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. ഉദ്ദേശം ഇവർ രണ്ടുപേരെ പിരിക്കുക എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാനും കൂടി ഇത്രയും വെച്ചിട്ട് ഇതിന് ശേഷമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം അപ്പോൾ അന്നത്തെ രാഷ്ട്രീയം കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ബാക്കി തുടർന്ന് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഇവരിൽ ആരുടെയോ ഒരാളുടെ രക്തബന്ധത്തിലുള്ള ഒരു ദുർമരണപ്പെട്ടു പോയ ഒരാളിൻ്റെ ആത്മാവാണ്. അത് മാത്രമാണ് ഞാൻ കണ്ടുപിടിച്ചത്. ബാക്കിയെല്ലാം അദ്ദേഹം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഇതുകൂടി കണ്ടുപിടിച്ചത്. അപ്പോൾ അവർ ആലോചിച്ചു, അങ്ങനെ ആരുമില്ല. അങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് അവർ പറഞ്ഞു, ആളിനെ പറഞ്ഞപ്പോൾ ഇതെന്തുകൊണ്ട് ഇവർ മറന്നുപോയെന്നാണ് ഞാൻ ചിന്തിച്ചത്. ഈ പെൺകുട്ടിയുടെ സഹോദരൻ ഒരു ദുർമരണപ്പെട്ടിട്ടുണ്ട്. ദുർമരണപ്പെട്ടു എന്ന് വെച്ചാൽ ഈ പെൺകുട്ടിയുടെ കല്യാണം ഉറപ്പിക്കുന്ന സമയത്തിന് ഒരു ആക്സിഡൻറ്റിലാണ് അയാൾ മരിക്കുന്നത്, ഒരു വാഹനാപകടത്തിൽ. അപ്പോൾ അതിന് ഈ ഒരു അപകടം ഉണ്ടാകാൻ കാരണം അദ്ദേഹം ഡിപ്രഷൻ കയറി പോയതാണ് വീട്ടിൽ നിന്ന്. അങ്ങനെ പോയപ്പോഴത്തേക്കാണ് ഈ അപകടം സംഭവിച്ചത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, ഈ ഡിപ്രഷൻ കയറാനുള്ള കാരണം ഈ സഹോദരിക്ക്, അപ്പോൾ ഈ വന്നിരിക്കുന്ന ഭാര്യ സ്ഥാനത്ത് നിൽക്കുന്നത് ഇദ്ദേഹത്തിന് എൻ്റെ സഹോദരിയാണ്, ഈ മരിച്ചുപോയ ആളിൻ്റെ. ഈ സഹോദരിക്ക് വിവാഹാലോചനകൾ തുടങ്ങി. ഏത് ആലോചന വന്നാലും ഇത് ഈ പെൺകുട്ടി വേണ്ടെന്ന് പറയും. അങ്ങനെ സഹോദരൻ്റെ ഒരു കൂട്ടുകാരൻ, വളരെ നല്ല അവർ ഒന്നിച്ചൊക്കെ വർക്ക് ചെയ്യും, വളരെ വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അയാളുടെ ആലോചന കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഈ പെൺകുട്ടി ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. അതിന് ഈ കൂട്ടുകാരൻ്റെ ആലോചന ആയതുകൊണ്ട് ഇദ്ദേഹം അതിനെ കുറച്ചുകൂടി കാര്യമായിട്ട് എടുത്തു. അച്ഛനോടും അമ്മയോടൊക്കെ സംസാരിച്ചു. ഇവളെന്ത് സന്യസിക്കാൻ പോകുന്നത്, ഇവൾ കല്യാണം കഴിഞ്ഞില്ലേ പറ്റുള്ളൂ, ഉണ്ട് ഇത് ഉറപ്പിച്ചേ പറ്റുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, പയ്യനെ കുറിച്ചെല്ലാം അന്വേഷിക്കുമ്പോൾ നല്ലതാണ്, ഇയാൾക്ക് വർഷങ്ങളായിട്ട് അറിയാം, വളരെ അടുത്ത കൂട്ടുകാരനാണ്, വീട്ടുകാർക്കൊക്കെ അറിയാം. അങ്ങനെ വന്ന പെൺകുട്ടി പറഞ്ഞു, എനിക്കിഷ്ടമല്ല, എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് കോളേജ് തലം തൊട്ടേ ഞങ്ങൾ സ്നേഹിച്ച് ജീവിക്കുന്നവരാണ്, ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും നാളും കാത്തിരുന്നത്. അങ്ങനെ ചോദിച്ചപ്പോൾ ഈ സഹോദരന് ഇഷ്ടമില്ലാത്തൊരുത്തൻ, അവനൊട്ടും താല്പര്യമില്ലാത്ത ഒരുത്തൻ. ആ താല്പര്യമില്ലാതെ വരാൻ എനിക്ക് തോന്നുന്നു ഒരു കാരണം ഇഷ്ടമില്ലാതിരുന്നിരിക്കാം. പക്ഷെ അത് കൂടുതൽ അനിഷ്ടത്തിലേക്ക് പോയത് ഈ സഹോദരൻ കൊണ്ടുവന്ന കൂട്ടുകാരൻ്റെ ആലോചന പെൺകുട്ടി വേണ്ടാന്ന് പറഞ്ഞല്ലോ, അത് നാണക്കേടുമായി. അത് നടക്കാതെ വന്നപ്പോഴത്തേക്കുള്ള ഒരു വിഷമം കൊണ്ടായിരിക്കും. അങ്ങനെ അയാൾ നഖശികാന്തം ഇതിനെ എതിർക്കുന്നു. പക്ഷെ അച്ഛനും അമ്മയ്ക്കും മകളുടെ ഇഷ്ടത്തിന് നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യും, ജീവിച്ചിരിക്കില്ല, കല്യാണം നടത്തില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു ഭീഷണിപ്പെടുത്തി. സഹോദരനല്ല, അച്ഛനെയും അമ്മയെയും. അവസാനം അച്ഛനും അമ്മയും അത് സമ്മതിക്കുന്നു. സഹോദരൻ വന്നപ്പോഴത്തേക്ക് സഹോദരനെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പോട്ടെ, അവൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനായിട്ട്, അവന് ജോലിക്കൊക്കെ പോകുന്നവനാണ്, ചെറിയ ജോലിയെ കൊണ്ട് നമുക്ക് കെട്ടിച്ചു കൊടുക്കാം, ഇനി വേറെ നിവർത്തിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ സഹോദരന് ഈ കൂട്ടുകാരൻ്റെ അടുത്ത് വാക്ക് കൊടുക്കും, അങ്ങനെ എന്തോ ചെയ്തു. അയാൾക്ക് അത് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല. അതിനേക്കാൾ ഉപരി ഈ സഹോദരി സ്നേഹിക്കുന്നവനും ഈ സഹോദരനായിട്ട് എന്തൊക്കെയോ പണ്ട് പ്രശ്നങ്ങളുണ്ടായി, അങ്ങനെ എന്തൊക്കെയോ ഇവർ തമ്മിലൊരു ഉടക്കമൊക്കെ ഉണ്ട്. അയാൾ ഒരു വിധത്തിൽ സമ്മതിച്ചില്ല.
പക്ഷെ അച്ഛനും അമ്മയും നിർബന്ധമൊന്നും പറഞ്ഞ് രക്ഷയില്ല, ഞങ്ങൾക്ക് ഇനി സമ്മതിച്ചേ പറ്റും, അവളുടെ ഇഷ്ടത്തിൽ നിന്ന് വരില്ലെങ്കിൽ അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ പറഞ്ഞെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, അവളെ കെട്ടിച്ചു കൊടുത്താൽ ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ ജീവിച്ചിരിക്കില്ല, എനിക്ക് നാട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സഹോദരൻ അങ്ങനെ കട്ടയ്ക്ക് ഉടക്കി നിൽക്കുകയാണ്. ഇവരെന്തായാലും അച്ഛനും അമ്മയും എന്തായാലും മകളുടെ ഇഷ്ടത്തിൽ നിന്ന് പിന്മാറിയില്ല. അവർ വിവാഹം നടത്താനുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ നിശ്ചയം, അതായത് വിവാഹ നിശ്ചയത്തിനുള്ള ഡേറ്റും ഒക്കെ എടുക്കാനുള്ള തീരുമാനത്തിലിരിക്കുന്നു. ദിവസവും ഈ സഹോദരൻ വീട്ടിൽ ഉടക്കാണ്. അങ്ങനെ ഒരു ദിവസം ഉടക്കുണ്ടാക്കിയിട്ട് ദേഷ്യപ്പെട്ട് ബൈക്ക് കൊടുത്തുകൊണ്ട് നേരെ പുറത്തു പോയി. ആ പോയ പോക്കിലാണ് ഇവൻ ആക്സിഡന്റ് വന്ന് മരിക്കുന്നത്. പിന്നെ കുറച്ച് ദിവസം മാറ്റി വെച്ചതിന് ശേഷം അവർ വിവാഹം നടത്തി. അപ്പം ഇങ്ങനൊരു സംഭവം അവരുടെ കുടുംബത്തിലുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഈ സഹോദരനായിരിക്കാം. അപ്പം ഈ പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു അവൻ അന്നേ ഇത്തിരി പ്രശ്നക്കാരനാണ് ഈ വിവാഹം നടത്തുന്നതിൽ, പിന്നെ അവനായിരിക്കുമോ എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പില്ല, ഇതങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നായി അവരുടെ ചോദ്യം. ഞാൻ പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കണമെങ്കിൽ ഇതാരുടെയെങ്കിലും ശരീരത്ത് വരണം, ഇതാരുടെ ശരീരത്ത് വന്നിട്ടില്ല. ഇവരുടെ മനസ്സിനെ സ്വാധീനിച്ച് പരസ്പരം അടിയുണ്ടാക്കിക്കുന്നുണ്ട്. അപ്പം ഇതാണോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. അപ്പം അവർ പറഞ്ഞ് എങ്കിൽ നമുക്ക് ഏതെങ്കിലും ശരീരത്ത് വരുത്തിയാലോ. അപ്പോൾ ഞാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യം ഇല്ല. കാര്യം ഒരു വരാതിരിക്കുന്ന ഒരു ആത്മാവിനെ ഒരു ശരീരത്തൊക്കെ പിടിച്ച് വരുത്തുമ്പോൾ ആ ആത്മാവിനും ദോഷമാണ്. ആത്മാവെന്ന് വെച്ചാൽ ഇതാണെങ്കിൽ നിങ്ങളുടെ മകനാണ്, ആ ആത്മാവിനും ദോഷമാണ്. അതുപോലെ ഈ പെൺകുട്ടിക്കും അത് ദോഷം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പം അവർ ആദ്യം അത് കേട്ടപ്പോൾ അവർക്കൊരു വിഷമം പോലെ. അപ്പം ഈ എൻ്റെ മകൻ്റെ ആത്മാവാണെന്നത് എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും? ഞാൻ അതിന് വഴിയുണ്ട്. അത് തന്നെ വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഈ മകൻ്റെ എല്ലാ ഡീറ്റെയിലും, ജനിച്ച തീയതിയും മരിച്ച തീയതിയും ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. അങ്ങനെ ഒരു ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവിനെയാണ് നമ്മൾ ആവാഹിച്ച് മാറ്റിയെടുക്കുന്നത്. അപ്പം ഇത് പൂർണ്ണമായും എവരുടെ ഈ പ്രശ്നം ഒഴിഞ്ഞു കഴിഞ്ഞാൽ അയാളാണെന്ന് നമുക്ക് തീരുമാനിക്കാം. അല്ല, വിളിച്ചു വരുത്തുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം ഒന്നത് വലിയ പണിയാണ്, പിന്നെ അതിനോടൊപ്പം നമ്മൾ കഷ്ടപ്പെടണം. അത് കഴിഞ്ഞാൽ പിന്നെ ഏത് ശരീരത്തും ആ ശരീരത്തിന് പിന്നെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ശരി അത് മതി എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരു ദിവസം പൂജ തീരുമാനിക്കുന്നു. വീട്ടിൽ കൊണ്ടുപോയി പൂജ ഒക്കെ വെച്ചിട്ട് പ്രത്യേകിച്ച് പാവയെല്ലാം കൊണ്ടുപോയി ആവാഹിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടിരുത്തി. അപ്പോൾ അവരൊന്നും ഇരുത്തിയില്ല, എല്ലാവരും മാറ്റിയിരുത്തിയുള്ളൂ. ആരെയും പ്രത്യേകിച്ച് ഞങ്ങൾ കളത്തിന് മുമ്പിലൊന്നും ഇരുത്തിയില്ല. ഇരുത്താതെ കളത്തിന് മുന്നിൽ തന്നെ ഈ പാവ വെച്ചിട്ടാണ് ഈ ജനിച്ച ഈ സഹോദരൻ്റെ നാളും പേരും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അതിലേക്ക് ഈ ആത്മാവിനെ ആവാഹിക്കുകയാണ്. അപ്പം എൻ്റെ ഉദ്ദേശം വെച്ചാൽ അതിനെ ആവാഹിച്ച് നമ്മൾ കൊണ്ടുപോയി അതിന് വേണ്ടുന്ന ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ശല്യം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാം ഇത് ഈ സഹോദരൻ തന്നെയാണ് എന്നുള്ളത്. അത് ഞാൻ അതവരത്ത് പറഞ്ഞ് അവർ സമ്മതിച്ചു. അങ്ങനെ പൂജ തുടങ്ങി. പൂജ അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ ഒരു അനുഭവം കൂടെ മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പല അനുഭവങ്ങൾ. അതായത് ഇത് വരുത്തണ്ട എന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ ആവാഹനം നടത്തുമ്പോൾ ഏതെങ്കിലും ശരീരത്തിൽ കയറി വന്നളായി ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള വിലക്ക് കാപ്പൊക്കെ കെട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒരു 10-12 കാപ്പ് എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ കാണും. ആരെങ്കിലും വന്നാലും പെട്ടെന്ന് അവരെ പിടിച്ച് ഞങ്ങൾ കയ്യിൽ കെട്ടിയാൽ മതി. അങ്ങനെ അത് ചില സ്ഥലങ്ങളിൽ കൊണ്ടുപോകാറുള്ളൂ, ചില സ്ഥലങ്ങളിൽ നമ്മൾ കൊണ്ടുപോകാറില്ല. കൊണ്ടുപോകാത്തടത്തൊക്കെ മിക്കടത്തും നമുക്ക് മുട്ടം പണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഞങ്ങൾ എന്തായാലും അതൊക്കെ സംഘടിച്ച് വെച്ചിരുന്നു. കാര്യം ഇവിടെ ആരുടെയും ശരീരത്ത് വരണ്ട എന്നൊരു തീരുമാനം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. പൂജ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് അതായത് ഈ ആത്മാവുണ്ടല്ലോ, ആത്മാവിൻ്റെ അമ്മയുടെ സഹോദരൻ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. സഹോദരൻ എന്ന് പറഞ്ഞാൽ അയാൾ വലിയ പ്രായമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഈ അമ്മാവനും മരുമകനും തമ്മിൽ ഒരു 10-15 വയസ്സിൻ്റെ വ്യത്യാസം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണ്, 10-20 വയസ്സിന് അത്ര അങ്ങനെയുള്ളൊരു ഇതാണുള്ളത്, വ്യത്യാസം ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ശരീരത്തിലേക്ക് ഇത് വന്നു എന്ന് വെച്ചാൽ പൂർണ്ണമായും വന്നില്ല. ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ഈ തലയൊക്കെ ഇട്ട് ഇങ്ങനെ കറക്കി തുടങ്ങി. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം. അപ്പോൾ എൻ്റെ പോറ്റിമാരെല്ലാവരും ശ്രദ്ധിച്ച് നിൽക്കും ഇങ്ങനെ. അതായത് നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ അതുപോലെ ഈ പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പുറകെ നിൽക്കുന്ന ഈ ബ്ലാക്ക് കാറ്റുകളെ പോലെ എല്ലാവരെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സന്ദർഭമാണല്ലോ. അങ്ങനെ പെട്ടെന്ന് ഒരു പോറ്റി എന്നെ ചുരണ്ടിയിട്ട് കാണിച്ചു. ഞാൻ നോക്കുമ്പോൾ ഇയാളുടെ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ കറക്കി ഇരിക്കുന്നു. അപ്പോൾ മനസ്സിലായി ഇത് ആ ശരീരത്തെ വന്നണയാനുള്ള ഒരു തയ്യാറെടുപ്പാണ്. പെട്ടെന്ന് എടുത്ത് കെട്ടിക്കൊള്ളാൻ പറഞ്ഞു. കാപ്പെടുത്ത് കെട്ടിയപ്പോഴത്തേക്ക് ഇദ്ദേഹം പിന്നെ ചുരുണ്ടങ്ങ് വീണു.
അപ്പോൾ പൂജ തുടങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ആ സഹോദരൻ്റെ ആത്മാവ് തന്നെയാണ്. നമ്മളൊരു ശരീരത്തിൽ വരുത്തിയതിനെയും ബുദ്ധിമുട്ടിക്കണ്ട, വരുന്ന ശരീരത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, നമുക്കും ഇത്തിരി ജോലി കുറയും. ഒന്നാമത് ഒരുപാട് പണിയാണ്, അതിനിടയ്ക്ക് ഇതും കൂടെ എല്ലാം കൂടെ വലിച്ചു വാരി വയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. കാര്യം അതുകൊണ്ട് അവർക്ക് ദോഷമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ തീരുമാനിച്ചു. ശരീരത്ത് വന്നു, കാപ്പ് കെട്ടി, അപ്പോഴെന്നെ അതങ്ങ് പൂർണ്ണമായിട്ട് വന്നില്ല, വന്ന് തുടങ്ങിയതങ്ങ് മാറി. ഞങ്ങൾ ഇതിലേക്കെല്ലാം ആവാഹിച്ചു എടുത്ത് കൊണ്ടുപോയി. പിന്നീട് അതിന് ശേഷം ഇവർ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നങ്ങൾ ഇവർ തമ്മിലുണ്ടായിട്ടില്ല. പിന്നെ ഇവർ പഴയതിനേക്കാളും സന്തോഷത്തോടെ പോകുന്നു. പിന്നെ ആകപ്പാടെ ഉണ്ടായ ഒരു പ്രശ്നം അതവർ പിന്നീട് ഇപ്പം ഞാൻ എവിടെ പൂജയ്ക്ക് പോയാലും അവരുമായിട്ടൊക്കെ വീണ്ടും വർഷങ്ങളോളം ബന്ധങ്ങളുണ്ടായിരിക്കും. ചില ആൾക്കാരുമായിട്ട് ഉണ്ടാകാറില്ല, അതോടുകൂടിയൊക്കെ അങ്ങ് തീരും. ചില ആൾക്കാരുമായിട്ട് വർഷങ്ങളോളം ബന്ധങ്ങളുണ്ടാകും. അപ്പം ചില ആൾക്കാരുണ്ട് ഇല്ല എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞാൽ പിന്നെ ചില ആൾക്കാർ തിരിഞ്ഞു പോലും നോക്കാറില്ല. അത് കുഴപ്പമില്ല. അപ്പം പിന്നീട് പറയുന്നത്, പിന്നീടുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവരെപ്പോഴും ഇത്തിരി സ്നേഹം കുടുംബം പരസ്പരം കെട്ടിപ്പിടിച്ചിരുന്ന കാര്യം, അയ്യോ ചേട്ടാ, ഞാൻ ചേട്ടൻ അന്ന് അങ്ങനെ ചെയ്തല്ലോ ചേട്ടാ, മാപ്പ് ചേട്ടാ, മാപ്പ് ചേട്ടാ. ഉടനെ ചേട്ടൻ പറയും ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ, പോട്ടടി പോട്ടെ എന്ന് അങ്ങനെ ഉള്ളൊരു മറ്റുള്ളവരെ കണ്ട് ചിരിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോയി. അല്ല അവർ തമ്മിൽ അതിന് ശേഷം ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ഞാനിത് പറയാൻ കാര്യം, പ്രേതങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ പ്രേതകഥ എന്ന് പറയുമ്പോൾ, അല്ലെ പ്രേതാനുഭവം എന്ന് പറയുമ്പോൾ കേൾക്കുന്നത് ഇങ്ങനെ കത്തിജ്വലിച്ച് വരുന്നു, ധർമ്മഷ്ടയൊക്കെ ഇട്ട് ഇങ്ങനെ രക്തമൊക്കെ കുടിച്ച് വെള്ള വസ്ത്രങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങോട്ട് വന്ന് നമ്മളെ കണ്ടു തീരുമ്പോൾ നമ്മളെ കണ്ണൊക്കെ വലിച്ച് കീറി നെഞ്ചൊക്കെ അടിച്ച് പൊളഞ്ഞ് രക്തം കൂടി, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കൂടുതൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ലാതെയും ഇതേ കണക്ക് കള്ളന്മാരണക്ക് വന്നിട്ട് നമ്മുടെ ജീവിതത്തിനെ താറുമാറാക്കുന്ന വിധത്തിലുള്ള പ്രേതാനുഭവങ്ങളും ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ ചാനലിലും 1000 അല്ല അതിൻ്റെ പുറത്ത് പ്രേതാനുഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ 10 ഇരട്ടിയോളം സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ പോയി പരിഹരിച്ചിട്ടുണ്ട്, ഇപ്പോഴും പരിഹരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തൊരു എപ്പിസോഡ് ഞാൻ പറയാൻ പോകുന്നൊരു പലരുടെ ചോദ്യമാണ്, ആത്മഹത്യ ചെയ്യുന്ന ആത്മാക്കൾ അവർ പിന്നീട് നമ്മൾ ഉപദ്രവിക്കാറുണ്ടോ? അവർ എന്തെങ്കിലും ഒരു കാരണത്താൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇപ്പം നമ്മൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ളൊരു പ്രശ്നമെന്ന് വിചാരിക്കുക. ആ ഒരു സംഭവം തന്നെ ഞാൻ പറയാം അടുത്ത എപ്പിസോഡിൽ. ഭാര്യയും ഭർത്താവും തമ്മിലൊരു പ്രശ്നം, അതിൻ്റെ പേരിൽ ഭർത്താവ് ആത്മഹത്യ ചെയ്യുന്നു. ഭാര്യയ്ക്കൊരു പേടി, ഈ ഭർത്താവിൻ്റെ ആത്മാവ് ഇനി വന്ന് എന്നെ ഉപദ്രവിക്കുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് തന്നെ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയും. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതറിഞ്ഞിട്ട് നമ്മൾ രാത്രി പേടിച്ച് പനി പിടിക്കാനൊന്നും അല്ല, ഇതൊക്കെ അറിഞ്ഞിരിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമാണ്. അതൊരു വല്ലാത്ത ധൈര്യമാണ്. നമുക്ക് എവിടെ വേണോ നമുക്ക് പോകാം, നമുക്ക് ആരെയും പേടിക്കണ്ട, എന്നെ പേടിച്ചിട്ട് പനി പിടിക്കില്ല, പ്രായതം പിടിക്കില്ല, ഇങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകൾ നമ്മളിലേക്ക് വരും. അതുകൊണ്ട് ഭയം എന്ന് പറയുന്നത് നല്ലൊരു വികാരമല്ല. പക്ഷെ ധൈര്യം എന്ന് പറയുന്നത് അത് ഒരു ധീരന് അല്ലെങ്കിൽ ഒരു ധീര യുവതിക്ക് ചേർന്നതാണ്. ധൈര്യം കിട്ടാനായിട്ട് ഇങ്ങനെയുള്ള നമുക്ക് അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യം തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധാദോഷങ്ങൾ, സർപ്പദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ഇതൊക്കെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഭൂമിയിലോ നിങ്ങളുടെ വീട്ടിലോ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളെപ്പോലുള്ളവർ നേരിട്ട് അവിടെ വന്ന് പരിശോധിക്കുന്നതായിരിക്കും ഉത്തമം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിൽ മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് അവിടെ വന്ന് കണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കാനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം. ജ്യോതിഷം നിങ്ങൾക്ക് ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വന്ന് അറിയാനുള്ള സംവിധാനമുണ്ട്. അതിൻ്റെ പക്ഷേ നിങ്ങൾ തിരുവനന്തപുരത്ത് വരണം. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇതെല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് നിങ്ങളൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.